മാത്രമല്ല, മനസ്സിന്റെയും അറിവിന്റെയും മഹത്വത്തിന് ഒരവകാശമുണ്ടാകുമ്പോഴാണ് നമ്മുടെ സമൂഹം യഥാർത്ഥ പുരോഗതിയുടെ പാതയിലേക്ക് കടക്കുന്നത്. ലോകം മാറുകയാണ്, ഒപ്പം മാറുകയാണ് സൗന്ദര്യ മത്സരങ്ങൾ. ബ്യൂട്ടി കോൺടെസ്റ്റുകൾ എന്ന് കേട്ടാൽ ഇപ്പോഴും നെറ്റിച്ചുളിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ടാകും. എന്നാൽ ഇനി മുതൽ അത്തരക്കാരും സൗന്ദര്യ മത്സരങ്ങൾ കാണാൻ കാത്തിരിക്കും. കാര്യം എന്തെന്നാകുമല്ലേ? സൗന്ദര്യ മത്സര വേദികളിൽ ശരീര സൗന്ദര്യവും മുഖസൗന്ദര്യവും മാത്രമല്ല, വ്യക്തിത്വവും കാഴ്ചപ്പാടുകളും കഴിവുകളും ഒക്കെ വിലയിരുത്തപ്പെടാറുണ്ട്. വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള റൗണ്ടുകളും മത്സരത്തിൽ ഉൾപ്പെടും. ലോകമെമ്പാടും സൗന്ദര്യ മത്സരങ്ങളുടെ രീതി ഇത് തന്നെയാണ്. എന്നാൽ ഇക്കൂട്ടത്തിൽ നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ച് സൗന്ദര്യം വിലയിരുത്തപ്പെടുന്ന റൗണ്ട് കാലങ്ങളായി വിമർശനങ്ങളും നേരിടുന്നുണ്ട്. ലോക സുന്ദരി മത്സര വേദിയിൽ സ്വിംസ്യൂട്ട് വസ്ത്രം ധരിക്കാൻ പ്രിയങ്ക ചോപ്ര തയ്യാറായില്ല എന്നതും അടുത്തിടെ വാർത്തയായിരുന്നു. ഇപ്പോൾ ഈ പഴകിയ രീതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് മാതൃകയാവുകയാണ് മിസ് വേൾഡ് ഇംഗ്ലണ്ട് സൗന്ദര്യ മത്സരം. 97 വർഷം പഴക്കമുള്ള മത്സരത്തിൽ നിന്ന് കാലഹരണപ്പെട്ട സ്വിംസ്യൂട്ട് റൗണ്ട് നീക്കം ചെയ്യണമെന്ന് നിലവിലെ മിസ് വേൾഡ് ഇംഗ്ലണ്ടായ മില്ലെ മാഗി അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ സ്വിംസ്യൂട്ട് റൗണ്ട് ഒഴിവാക്കിയത് മാത്രമല്ല, പ്രായോഗികപരമായി മറ്റു ചില റൗണ്ടുകൾ ഉൾപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ട്. ജീവൻ രക്ഷാ മാർഗങ്ങൾ എത്രത്തോളം ഫലപ്രദമായി ചെയ്യാൻ മത്സരാർത്ഥികൾക്ക് കഴിയുമെന്ന് ഇനി മുതൽ വിലയിരുത്തും. CPRഉം കൃത്രിമ ശ്വാസോച്ഛ്വാസവും അടക്കമുള്ളവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൗന്ദര്യ മത്സര രംഗത്തെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വിമർശനങ്ങൾക്ക് വിധേയമാകാറുള്ള സൗന്ദര്യ മത്സരത്തിന് കൂടുതൽ ആരാധകരെ നേടിക്കൊടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രവുമല്ല, സമൂഹ നന്മയ്ക്ക് ഉതകുന്നതുമാണ് ഈ ആധുനികവൽക്കരണം. എന്തായാലും ജീവൻ രക്ഷാ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പ്രചോദനമായതും മില്ലയുടെ ജീവിതകഥ തന്നെയാണ്. നിലവിൽ ലൈഫ് ഗാർഡാണ് മില്ലെ. മില്ലയുടെ കുടുംബാംഗങ്ങൾക്ക് ഹൃദയാഘാതം വന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുടുംബമാകെ പകച്ചു നിൽക്കുകയായിരുന്നു. പ്രൊഫഷണൽസ് എത്തി അടിയന്തര ചികിത്സ നൽകാൻ കാത്തുനിന്നതിനാൽ ഇവർക്ക് ജീവൻ നഷ്ടമായി. കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും CPR നൽകാൻ അറിയാമായിരുന്നെങ്കിൽ കഥ മാറുമായിരുന്നു എന്ന് മില്ലെ പറയുന്നു. ഈ അനുഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ മാറ്റങ്ങൾക്ക് സൗന്ദര്യ മത്സര വേദി തുടക്കമിട്ടിരിക്കുന്നത്. മത്സരാർത്ഥികൾക്ക് CPRൽ എത്രമാത്രം വൈദഗ്ധ്യമുണ്ടെന്ന് സർഗാത്മകമായ രീതിയിൽ ലോകത്തിനു മുന്നിൽ കാണിക്കാൻ അവസരം ഒരുങ്ങും. അവരുടെ അറിവ് ഓൺലൈനിൽ പങ്കിടുകയോ കമ്മ്യൂണിറ്റികളെ അത് പഠിപ്പിക്കുകയോ ചെയ്യാനുള്ള അവസരമുണ്ട്. സൗന്ദര്യ മത്സരത്തിന്റെ ഫൈനൽ ഘട്ടങ്ങളിൽ എത്തുന്ന മത്സരാർത്ഥികൾക്ക് ഇംഗ്ലണ്ടിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള കുട്ടികളെ ജീവൻ രക്ഷാ മാർഗങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കും. മെയ് മാസത്തിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന 72ാമത് മിസ് വേൾഡ് മത്സരത്തിലും ഈ നീക്കം കൊണ്ടുവരാൻ മുൻകൈയെടുക്കുമെന്ന് മില്ലെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ നീക്കത്തേറെ സന്തോഷത്തോടെയാണ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഏറ്റെടുത്തിരിക്കുന്നത്. സൗന്ദര്യം എന്നതിനപ്പുറം സമൂഹ നന്മ എന്നതും മത്സരത്തിന്റെ സുപ്രധാന ഭാഗമാകുന്നത് പ്രചോദനകരമായ നീക്കമാണെന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നു. മത്സരവേദികളിൽ മാത്രമല്ല, വിദ്യാലയങ്ങളിലും സാധ്യമായ എല്ലായിടങ്ങളിലും ജീവൻ രക്ഷാ മാർഗങ്ങളുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഭൂരിഭാഗം ആളുകളും പ്രതികരിക്കുന്നത്.